ഹായ്, ഞാൻ പിന്നെ എത്തി. അപ്പോ വീഡിയോ എടുത്ത് ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത് എല്ലാ ദിവസവും വീഡിയോ എടുക്കണമെന്നായിരുന്നു. അന്ന് ആ വീഡിയോ അവസാനിപ്പിച്ചത് ഒരു മഴ പെയ്തിട്ടാ. പിന്നെ അതിനുശേഷം കണ്ടിന്യൂസ് മഴയാണ്. ഞാൻ ഓരോ ദിവസവും പ്ലാൻ ചെയ്യും. ഞാൻ കബൺ പാർക്ക് ഊബർ എടുത്ത് പോയി, അതുപോലെ തന്നെ ലാൽബാഗ് പോയി, ഇവിടെ അടുത്ത പാർക്കൊക്കെ പോയി. അവിടെയൊക്കെ പോയി ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാം, കണ്ടന്റ് 2-3 ദിവസത്തെ കണ്ടന്റ് ഒരുമിച്ച് എടുക്കാന്നൊക്കെ പ്ലാൻ ചെയ്യും. ഫുൾ മഴയാണ്. ഇത് ഇപ്പോഴും മഴയാണ്. ഞാൻ ഇന്നും ആക്ച്വലി പുറത്തു പോയി ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്, പക്ഷെ മഴയാണ്. അപ്പൊ ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്ന പ്ലാൻ ഉപേക്ഷിച്ചു. ഇതാണ് റൂം. ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അപ്പോ ഇതൊരു ഹോസ്റ്റലാണ്, ഹോസ്റ്റൽ റൂമാണ്. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട. സാധാരണ കുട്ടികളുടെ ഹോസ്റ്റൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മളുടെ ടോപ്പിക് അതല്ലല്ലോ, ബാക്ക്ഗ്രൗണ്ട് എന്തായിക്കൊള്ളട്ടെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് തിരിച്ചു വരാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ ഋഷികേശ് എത്തിയവരുള്ള കഥയാണ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്. ഇന്ന് നമുക്ക് ബാക്കി കഥയിലേക്ക് പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു ലില്ലേനെ മീറ്റ് ചെയ്തു. ലില്ല ആക്ച്വലി അവിടെ യോഗ പഠിക്കാനാണ് വന്നത്. അപ്പോൾ എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കില്ല, അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഇടവേളകളിൽ മാത്രമേ ലില്ലയ്ക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ തന്നെ. അപ്പൊ ലില്ല പറഞ്ഞു നാളെ നമുക്ക് ഇവിടെ അടുത്തൊരു വാട്ടർഫോൾ ഉണ്ട്, അതുപോലെ തന്നെ ബീറ്റിൽസ് ആശ്രമം. നമുക്ക് എല്ലാവർക്കും അറിയാം ബീറ്റിൽസ്, ആ ഒരു മ്യൂസിക് ബാൻഡിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പൊ അവർ ആ ഒരു ലെജൻഡ് ആയിട്ടുള്ള ആ മ്യൂസീഷ്യൻസ് ഒക്കെ താമസിച്ച് നമ്മുടെ ബീറ്റിൽസ് ആശ്രമം നമ്മുടെ ഋഷികേശ് ആണുള്ളത്. അപ്പൊ നാളെ അവിടെ പോവാം, അതുപോലെ തന്നെ ഈ ഒരു വാട്ടർഫോളിൽ പോവാന്നും എന്നോട് ലില്ല പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ഡേ അവിടെ പോകാനാണ് വിചാരിച്ചത്. കഴിഞ്ഞ ദിവസം ആ ദിവസം രാത്രി വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ച് എന്റെ ഹോസ്റ്റലിൽ തന്നെ പോയി അവിടെ പോയി ഉറങ്ങി, ഫുഡ് കഴിച്ചു. അപ്പൊ നെക്സ്റ്റ് ഡേ അപ്പൊ ഞാൻ മീവ എന്റെ റൂമിലുള്ളതാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീവ പറഞ്ഞു ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു. അപ്പൊ മീവയും ഞാനും ലില്ലയും കൂടെ നെക്സ്റ്റ് ഡേ, ഞാനും മീവയും ഒരുമിച്ചാ താമസിക്കുന്നത്. ലില്ല ആ ഒരു യോഗ ക്ലാസ് സെന്ററിൽ അവിടെയാ പഠിക്കുന്ന സ്ഥലത്ത് തന്നെയാ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി അടുത്ത ദിവസം പോകാൻ പ്ലാൻ ചെയ്തു. അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ എല്ലാവരും റെഡിയായി. ചുമയാണ്, മഴയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. എന്നും മഴ നനഞ്ഞ ഓഫീസിൽ നിന്ന് വരുന്നത്, അപ്പൊ ചുമയുണ്ടാവും, സ്വാഭാവികമാണ്. അപ്പൊ നമ്മളുടെ സെക്കൻഡ് ഡേ ഞങ്ങൾ ഫസ്റ്റ് പോയത് സീക്രട്ട് വാട്ടർഫോൾ ആണ്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടു. ഫസ്റ്റ് ലൊക്കേഷൻ നോക്കിയപ്പോ എൻ്റെ ലില്ല ഒരു കഫേയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ മീറ്റ് ചെയ്തത്. പ്ലാൻ ചെയ്യണ്ടേ എങ്ങനെയാ പോവേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്യണമല്ലോ. അപ്പൊ ഞങ്ങൾ ഒരു കഫേയിൽ വന്നു. അവിടെ ഇരുന്നപ്പോൾ ലില്ല പറഞ്ഞു ഇങ്ങനെ ഒരു വാട്ടർഫോൾ ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോകാന്നുണ്ട്. അപ്പൊ മിയ പറഞ്ഞു ഓക്കെ പോവാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തു, ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നൊന്ന് നോക്കി, മാപ്പിലിട്ട് നോക്കി. അപ്പൊ ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 1.6 കിലോമീറ്റേഴ്സ് അറൗണ്ടാ കാണിച്ചു. അപ്പൊ ഞാൻ ഇത് നടന്നു പോകാന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. നടക്കുന്നു. ഡിസ്റ്റൻസ് അങ്ങ് കുറയുന്നില്ല, കൂടി വരുവാണ്. അതെന്താ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താ മാപ്പിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയതാണോ, ഞങ്ങൾ സെർച്ച് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നം വന്നതാണോ? നടക്കും തോറും ദൂരം കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സാധാരണ എന്താ സംഭവം എന്നറിയില്ല. നടക്കുന്നു. അത് പ്ലെയിൻ ആയിട്ട് നടക്കുന്നല്ല, സ്ലോപ്പാണ്, ഒരു കയറ്റമാണ്. നടക്കുന്നു. ഞാൻ അങ്ങ് ടയർഡായി. അന്ന് എനിക്ക് ആക്ച്വലി മനസ്സിലായത്. കാരണം നമ്മുടെ ലില്ലയും മീവയൊക്കെ നല്ല എനർജറ്റിക് ആയിട്ട് നടക്കുന്നുണ്ട് ഇത്രയും ഡിസ്റ്റൻസ് ആയിട്ടും. ഞാൻ അങ്ങ് ഇല്ലാണ്ടായി. കാരണം എന്റെ ഫസ്റ്റ് ഒരു സോളോ ആണ്, എനിക്ക് അറിയില്ല എങ്ങനെയാ. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി എന്റെ സ്റ്റാമിന ഭയങ്കര കുറവാണ്, ജിമ്മിൽ പോകണം, സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ അന്ന് എനിക്ക് മനസ്സിലായത് ആക്ച്വലി. അങ്ങനെ നടന്ന് അവസാനം എത്തി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ വഴി നടക്കാൻ പാടാണെങ്കിലും ആ നടക്കുന്ന വഴിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി മരങ്ങളും കുറെ കല്ലുകൾ ഇങ്ങനെ നടന്ന് അവസാനം നമ്മളൊരു വാട്ടർഫോളിലെത്തിയപ്പോ എന്താ അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഇപ്പൊ മീവ പറഞ്ഞു, മീവ ആക്ച്വലി പുള്ളിക്കാരിക്ക് OCD ഉണ്ട്. അപ്പൊ വൃത്തിയുടെ കാര്യങ്ങൾ കുറച്ച് പ്രശ്നമൊക്കെയാ. എനിക്കും ലില്ലയ്ക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ വാട്ടർഫോളിൽ ഇറങ്ങി കുളിച്ചു, നനഞ്ഞു കുളിച്ചു. മീവ വരുന്നില്ല പറഞ്ഞു, കരയിൽ നിന്ന് കണ്ടോണ്ട് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ഫുൾ കുളി, എൻജോയ്മെന്റ്. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിലോട്ട് ലില്ല വന്നു. അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ലില്ല എന്റെ ഡ്രസ്സാണ് യൂസ് ചെയ്തത്. ഞങ്ങൾ ആക്ച്വലി ഇതാണ് ആ ഒരു ട്രിപ്പിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ ഇന്നലെ കണ്ടതാ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നു. ലില്ല വന്ന് ഞങ്ങൾ ഡ്രസ്സ് മാറി ഇടാനുള്ള ആ ഒരു, കാരണം നമ്മള് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഓപ്പൺ ആയിരിക്കും. നമുക്ക് അങ്ങനെ, കാരണം നമുക്ക് അവരെ അറിയില്ല, നമുക്ക് അവരോട് ഫേക്ക് ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളുടെ നല്ല സൈഡ് മാത്രം കാണിച്ച് അവർ ഇംപ്രസ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അവർ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും അവരോട് പെരുമാറുന്നത്, അവരും അതുപോലെ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും നമ്മളോട് പെരുമാറുന്നത്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയി, ലില്ലയും ഞാനും. എസ്പെഷ്യലി ലില്ലയും ഞാനും. മീവ കുറച്ചുകൂടെ പ്രായം കൂടുതലാ, അറൌണ്ട് 38-40 എങ്ങാണ്ടോ. അപ്പോ പുള്ളിക്കാരി കുറച്ചുകൂടെ മെച്ചുവേർഡ് ആണ്. ഞാനും ലില്ലയും ഏകദേശം ഒരേ പ്രായമാണ്. ഞാൻ ലില്ലിനേക്കാളും കുറച്ചുകൂടെ മൂത്തതാ. അപ്പോ 2-3 വയസ്സ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര വൈബായിരുന്നു. ഞങ്ങൾ കുളിച്ചു, പിന്നെ ലില്ല ഞാനും ഞങ്ങളുടെ ഹോസ്റ്റലിലോട്ട് വന്നു. ലില്ല എന്റെ ഡ്രസ്സ് ഇട്ടു. പിന്നെ ഞങ്ങൾ നേരെ ബീറ്റിൽസ് ആശ്രമത്തിലോട്ട് പോയി. ബീറ്റിൽസ് ആശ്രമം കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, അത് നടക്കാനുണ്ട്.
നമ്മളെ രാംജൂല, രശ്മൻ ജൂല ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. ഈ ഋഷികേശ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. അവിടെ കൂടെ നടക്കുമ്പോൾ കുറെ ആശ്രമം ഉണ്ടാവും, കുറെ സ്വാമിമാരും ഈ ഒരു അഘോരികളും ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ട്. അവിടെ എന്തോ ഫെസ്റ്റിവലിന്റെ ഒരു സമയം കൂടെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്ന് 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 ബീറ്റിൽസ് ആശ്രമത്തിന് അവിടെ എത്തി. ബീറ്റിൽസ് ആശ്രമത്തിന് അവിടെ എത്തിയപ്പോൾ ടിക്കറ്റിന്റെ റേറ്റാ ഇന്ത്യക്കാർക്കാണെങ്കിൽ 200 രൂപ, ഫോറിനേഴ്സിനാണെങ്കിൽ 2000 രൂപ. എനിക്ക് ആക്ച്വലി 200 രൂപ വലിയ പൈസ ഇല്ലല്ലോ, പക്ഷെ ഇത്രയും ആ ഒരു വലിയൊരു ചേഞ്ച്. അപ്പൊ ലില്ല പറഞ്ഞു ഞാൻ വരുന്നില്ല, നീ പോയി കണ്ടിടിച്ച് വാ, പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് മോശമല്ലേ, ഒരുമിച്ച് വന്നിട്ട് അവളെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ഞാൻ തന്നെ, അത് അകത്ത് ഒത്തിരി കാണാനുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു. ഞാൻ നാളെ തന്നെ വന്ന് കാണാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, നമുക്ക് ഇവിടേക്ക് ഇന്ന് കറങ്ങിയതിനു ശേഷം നാളെ ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞു. അതിനൊരു ആ ബീറ്റിൽസ് ആശ്രമത്തിനുള്ളിൽ കയറിയിട്ട് ഒരു വലിയൊരു സ്റ്റോറി ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ, അതൊരു വീഡിയോ ആയിട്ട് എടുക്കാൻ തന്നെ ഒരു കണ്ടന്റ് ഉള്ള കാര്യമാണ്. ഒത്തിരി സംഭവം ഉണ്ട് അതിനകത്ത് കയറിയിട്ട്. ഞാൻ തന്നെ പോയി. പക്ഷെ ഇന്ന് ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു, കാരണം ലില്ലേനെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തുന്നത് മോശമല്ലേ. അപ്പൊ ഞങ്ങള് അവിടെ നിന്ന് പിന്നെ തിരിച്ചിങ്ങോട്ട് നടന്നു. തിരിച്ചു നടന്നു. അങ്ങനെ അവിടെ ഇങ്ങനെ കുറെ നടക്കാനുണ്ട് കേട്ടോ, റിവർ സൈഡ്. അവിടെ കുറെ ടെമ്പിൾസ് ഉണ്ടാവും. ടെമ്പിൾസിന്റെ സൈഡ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി കുറെ പടികളൊക്കെ ഉണ്ടാവും. അവിടെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ പീസ്ഫുൾ ആയിട്ട് ഗംഗാ നദിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും. സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റും. കുറെ ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥന ഭക്തിയുടെ മാർഗത്തിൽ വരുന്ന കുറെ ആൾക്കാരെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടൂറിസ്റ്റ് ആൾക്കാരെ കാണാൻ സാധിക്കും. മോഷ്ടിക്കാൻ വരുന്ന കുറെ പേരെ കാണാൻ സാധിക്കും. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോ തന്നെ ഒരാളുടെ ബാഗ് പറിച്ചുകൊണ്ട് ഒരാൾ ഓടുന്നുണ്ടായിരുന്നു. ഭയങ്കര പ്രശ്നം. എനിക്ക് പേടിയായി, കാരണം എന്റെ ബാഗ് പറിച്ചിട്ട് പോയാലൊന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, സോളോ ട്രാവലിംഗ് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒത്തിരി പൈസ ഒന്നും പോക്കറ്റിലോ പേഴ്സിലോ വെച്ച് നടക്കരുത്. കാർഡും ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മോഷ്ടിക്കാൻ അറിയാൻ പറ്റില്ല, എപ്പോഴാ എന്താ സംഭവിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതുപോലെ ഒരാളുടെ ബാഗ് പറിച്ചുകൊണ്ട് പോയി. അതാ ഞാൻ പറഞ്ഞ മോഷ്ടിക്കുന്ന ആൾക്കാരും പല പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് കേട്ടോ. അതിനിടയിൽ നമ്മളെ അടുത്ത് കുറെ പേര് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാൻ വരും, ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്കായിട്ട് അപ്രോച്ച് ചെയ്യാൻ വരും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അതിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പോകാം, അല്ലെങ്കിൽ പോകണ്ട. അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അങ്ങനെ നമുക്കങ്ങനെ രസമാണ്. അത് വേറൊരു സ്പിരിച്വൽ വൈബാണ്. സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനും ആഗ്രഹം ഉണ്ടെങ്കിൽ ഋഷികേശിൽ പോകുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ഞാൻ അത്ര സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു മ്യൂസിക്കും ആ ഒരു ശാന്തമായ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് വൈബായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങളൊരു സ്പിരിച്വൽ ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ആ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഒരു പ്രത്യേക, നിങ്ങളൊരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഋഷികേശ് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ കുടുങ്ങി, കാരണം ഞാനൊരു ഹാർഡ് കോർ നോൺ വെജിറ്റേറിയൻ ആണ്. അപ്പോ അവിടെ വെജാ ഒത്തിരി റെസ്റ്റോറന്റ്, ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറന്റും വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണ്. അങ്ങനെ നോൺ വെജ് റെസ്റ്റോറന്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഫസ്റ്റ് 2 ദിവസം ഞാൻ ഫുള്ള് തപ്പി ഗൂഗിൾ ചെയ്തു. 3 കിലോമീറ്റർ എങ്ങാണ്ടോ അപ്പുറത്താ ഒരു നോൺ വെജ് ഉള്ളതെന്നൊക്കെ കാണിച്ചു. പിന്നെ ഞാൻ നടക്കാനുള്ള മടി കാരണം പോയില്ല. പിന്നെ രസം എന്താന്ന് വെച്ചാൽ മീവയും അതുപോലെ തന്നെ ലില്ലയും വീഗനാണ്. വെജിറ്റേറിയൻ അല്ല, വീഗൻ ആണ്. അവര് പനീറും കഴിക്കില്ല, പാലിന്റെ പ്രോഡക്റ്റും കഴിക്കില്ല, ബട്ടർ മിൽക്ക് ഒന്നും കഴിക്കില്ല. വീഗൻ, പ്യുവർ വെജ്. ഞാനാണെങ്കിലോ നോൺ വെജിന്റെ എക്സ്ട്രീം, എല്ലാ നോൺ വെജിറ്റേറിയൻ സാധനങ്ങളും കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പിന്നെ അവിടെ വേറെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനും അങ്ങനെ ആ ഒരു ദിവസങ്ങളിൽ വീഗൻ ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതായത് ഞാനും പാലിന്റെ പ്രോഡക്റ്റ് കഴിക്കില്ലായിരുന്നു. പിന്നെ എനിക്ക് വെജ് ഡിഷിന്റെ കൂടുതൽ സാധനങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ അവര് തന്നെ ഓർഡർ ചെയ്യുന്നത്, അപ്പൊ ഞാൻ കഴിക്കുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോഴേ അവിടെ നോൺ വെജ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അറിയില്ല. അപ്പൊ ഞാനും വെജ് തന്നെയാണ് പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഞാനൊരു നോൺ വെജ് റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു. പക്ഷെ അത്ര പോരായിരുന്നു, എന്നാലും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ നോൺ വെജ് റെസ്റ്റോറന്റ് ഞാൻ യൂസ് ചെയ്തു. അപ്പൊ നിങ്ങളൊരു നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, നിങ്ങൾ അത് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം അങ്ങോട്ട് പോവുക. പക്ഷെ ഇതൊരു വേറൊരു വൈബാണ് കേട്ടോ. നമ്മൾ മൊത്തത്തിൽ നമ്മളുടെ ഫിസിക്കലിയും മെന്റലിയും ഒരു ചേഞ്ച് വരും. എന്താ പറയാ, ഞാനൊരു സ്പിരിച്വലായ ആളല്ലെങ്കിലും എനിക്ക് എന്തൊക്കെയോ ഒരു ഫീലിങ്സ് അവിടെ നിന്നപ്പോൾ ഉണ്ടായി. പിന്നെ യോഗ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ക്ലാസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഇങ്ങനെ പഠിക്കാനൊക്കെ പറ്റും. അവിടെ ടീച്ചർ ട്രെയിനിങ് സെന്റർ ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ പോകാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് സെക്കൻഡ് ഡേ സംഭവിച്ചത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ രാംജൂല, ലക്ഷ്മൺ ജൂല, അവിടെ ഞാൻ പോയ സമയത്ത് ലക്ഷ്മൺ ജൂലയോ അവിടെ ഒരു ബ്രിഡ്ജാണ് ആക്ച്വലി. അത് അവിടെ എന്തോ കൺസ്ട്രക്ഷൻ എന്തോ വർക്ക് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ക്ലോസ് ചെയ്തിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ താഴെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഒരു ബോട്ട് എടുത്ത് ആ സൈഡോട്ട് പോയി. അവിടെ ഞാൻ തന്നെയാ പോയത് ആക്ച്വലി. ആ സൈഡ് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ് എത്തിയപ്പോ അവിടെ ബ്രിഡ്ജിൽ പണി നടക്കുന്നതുകൊണ്ട് ഷോപ്സ് എല്ലാം ക്ലോസ് ആയിരുന്നു.
പ്രത്യേകിച്ച് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, രസമുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ച് ആ ബോട്ട് എടുത്തു, ഇങ്ങോട്ട് വന്നു, റൂമിലോട്ട് വന്നു. ഹോസ്റ്റലിനും ഈ ഒരു നിങ്ങൾ ബാക്ക് പാക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഹോസ്റ്റൽ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. റൂം എടുത്താൽ ഭയങ്കര ബോറായിരിക്കും കേട്ടോ. ഒറ്റയ്ക്ക് ഫസ്റ്റ് രസമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ ഹോസ്റ്റൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും. ഹോസ്റ്റലിൽ തന്നെ ഈവനിങ് അവര് ഇവന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും, ഗിറ്റാറും പാട്ട്, മ്യൂസിക്, ഡാൻസ്, ഫുഡ്. അവിടെ തന്നെ ഫുഡും ഉണ്ടാകും. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ബാക്ക് പാക്കിംഗ് ചെയ്ത് സോളോ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഹോസ്റ്റൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പൊ നമുക്ക് കൂടുതൽ ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും, അവരോട് സംസാരിക്കാനും പറ്റും. അപ്പൊ ഇതാണ് സെക്കൻഡ് ഡേ നമ്മുടെ ആ ഒരു ഋഷികേശിൽ ഉണ്ടായ സംഭവം.